ഓപ്പൺ ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദീവാലി സ്വീറ്റ്സ് ആണ്. കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ സ്വീറ്റ്സ് തയ്യാറാക്കാൻ. വളരെ വേഗത്തിൽ സിമ്പിളായി നമുക്കിത് തയ്യാറാക്കാം. ഈ സ്വീറ്റ്സിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷെ അതിൻ്റെ അകം വളരെ സോഫ്റ്റ് ആയിരിക്കും. ഈ ദീവാലി സ്വീറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 100 ഗ്രാം പഞ്ചസാര ഇട്ട് ഇതിലേക്ക് 3 ഏലക്ക ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു സ്വീറ്റ്സ് മൈദ മാവിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. 250 ഗ്രാം മൈദയ്ക്ക് 100 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് മതിയാകും. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ഈ മാവിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പും ബേക്കിംഗ് പൗഡറും ഇതെല്ലാം കൂടെ നമുക്ക് ഈ മാവിൽ മുഴുവനായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നെയ്യ് ഉരുക്കിയാണ് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത്. നെയ്യ് ഉരുക്കി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഈ മാവിനെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ മാവിനെ കൈകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നെയ്യും മാവും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. ഈ രീതിയിൽ നല്ലതുപോലെ ഒരു 1-2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാൻ 2 സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ 2 സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഒഴിച്ച് ഇതിനെ കട്ടിക്ക് നമ്മൾ കുഴച്ചെടുക്കണം. ലൂസാക്കാൻ പാടില്ല. വളരെ കട്ടിയായി തന്നെ ഇതിനെ കുഴച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. വളരെ കട്ടിയായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പരത്തിയെടുക്കാനാണ് നമ്മൾ വളരെ കട്ടിയായിട്ട് ഇത് കുഴയ്ക്കാൻ പറയുന്നത്. ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ കുഴച്ചെടുത്ത മാവിനെ തന്നെ 2 പാർട്ടാക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു പാർട്ട് എടുക്കാം. അതിന് നമുക്കൊരു ടേബിൾ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ നിങ്ങൾ എവിടെയാണോ പരത്തുന്നത് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു പലകയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്കൊരു ചപ്പാത്തി പലക ഉപയോഗിച്ച് നമുക്ക് ഒരു നൈസായിട്ടൊന്ന് പരത്താം. ഒരുപാട് നൈസ് ആക്കണ്ട, അല്പം കട്ടിയോടുകൂടെ തന്നെ നമുക്കിതിനെ ഒന്ന് പരത്തണം. പരത്തിയതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. വളരെ നല്ല നീറ്റാക്കി ഇവനെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നമുക്കിതിനൊന്ന് കട്ട് ചെയ്യണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം. ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു സ്വീറ്റ്സ് വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടില്ലേ, ഞാൻ അതിനെ ഇളക്കി കട്ട് ചെയ്തതിന് ശേഷം ഇത് അതിൽ നിന്ന് ഇളക്കി എടുത്തതാണ്. ഇനി നമുക്ക് മറ്റേ മാവ് മാറ്റി വെച്ചിരുന്ന മാവ് ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്ത് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായി ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്കിതിനെ വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പുറം അകം വേകാതിരിക്കും. അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഇതിനെ 3 ബാച്ചായിട്ടാണ് ഇട്ട് ഇതിനെ വറുത്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം മതിയാകും നമുക്കിത് വറുത്തെടുക്കാൻ. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചും മറിച്ചും ഇടണം. 2-3 തവണ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്തൊക്കെ നമ്മൾ തിരിച്ച് മറിച്ചു ഇടുക. ഇപ്പോൾ നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്താണ് നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി ഒരു അല്പം കൂടെ ബ്രൗൺ നിറമാകട്ടെ. ആയതിനു ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ വീണ്ടും വേറെ കളറായി മാറും, കരിയാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ കോരിയെടുക്കാം. ഞാനിവിടെ 3 തവണയായിട്ടിട്ട് ഇതിനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. മാത്രമല്ല വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ഈ സ്വീറ്റ്സ് തയ്യാറാക്കിയത്. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. പുറമൊക്കെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.